കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന സ്വതന്ത്ര ഏജൻസികളുടെ 2 ആഗോള റിപ്പോർട്ടുകൾ ലോകത്തെ ജനാധിപത്യ വിശ്വാസികളെ ആശങ്കപ്പെടുത്തുന്നവയാണ്. ലോകം സ്വേച്ഛാധിപത്യത്തിലേക്ക് അതിവേഗം നീങ്ങുന്നുവെന്ന ഭീതിതമായ ചിത്രമാണ് അവ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഞെട്ടലുണ്ടാക്കുന്നവയാണ് 2 റിപ്പോർട്ടുകളും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് അവകാശപ്പെടുന്ന ഇന്ത്യയിൽ ജനാധിപത്യ മൂല്യങ്ങൾ വലിയ തകർച്ചയിലാണെന്ന് സ്വീഡനിലെ വിംഡം ഇൻസ്റ്റിറ്റ്യൂട്ട് പുറത്തിറക്കിയ ഡെമോക്രസി റിപ്പോർട്ട് 2026 പറയുന്നു. തിരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുടെ പട്ടികയിലാണ് ഇന്ത്യ. 179 രാജ്യങ്ങൾ ഉൾപ്പെട്ട വിശാല ജനാധിപത്യ സൂചികയിൽ കഴിഞ്ഞ വർഷത്തെ 100ാം സ്ഥാനത്ത് നിന്നും 105ലേക്ക് കൂപ്പുകുത്തിയെന്നും റിപ്പോർട്ട് പറയുന്നു. അക്കാഡമിക് ഫ്രീഡം ഇൻഡെക്സ് 2026 റിപ്പോർട്ടാകട്ടെ ഇന്ത്യയിലെ അക്കാഡമിക് സ്വാതന്ത്ര്യത്തിന്റെ ഇരുണ്ട ചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇന്ത്യയിലെ അക്കാദമിക് സ്വാതന്ത്ര്യം തുടർച്ചയായി താഴേക്കാണെന്ന് റിപ്പോർട്ട് അടിവരയിടുന്നു. 2013നും 2025നും ഇടയിൽ അക്കാദമിക് സ്ഥാപനങ്ങൾക്കെതിരെയുള്ള തുടർച്ചയായ ആക്രമണങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത്. രാഷ്ട്രീയ, ഭരണ, നിയമ, സാമൂഹിക നടപടികളിലൂടെ അക്കാദമിക് സ്വാതന്ത്ര്യം ദുർബലപ്പെടുത്തിയ ഹംഗറി, തുർക്കി തുടങ്ങിയ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുമായാണ് ഇന്ത്യയെ തുലനം ചെയ്യുന്നത്. അൺട്രാവലിംഗ് ദി ഡെമോക്രാറ്റിക് എറ എന്ന തലക്കെട്ടിലുള്ള വിംഡം റിപ്പോർട്ട് അനുസരിച്ച് വിശാല ജനാധിപത്യ സൂചികയിൽ 105, തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിൽ 106, ലിബറൽ ഘടക സൂചിക 99, സമത്വ സൂചിക 138, ചർച്ചാ ഘടക സൂചിക 100 എന്നിങ്ങനെയാണ് ഇന്ത്യയുടെ സ്ഥാനം. 2017 മുതലാണ് ഇന്ത്യ തിരഞ്ഞെടുപ്പ് സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുടെ ഗണത്തിലേക്ക് പതിച്ചത്. തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നുണ്ടെങ്കിലും ആവിഷ്കാര സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, ഭരണഘടനാ സ്ഥാപനങ്ങളുടെ സ്വതന്ത്ര സ്വഭാവം എന്നിവയിൽ രാജ്യം പിന്നിലാണ്. ഭരണകൂടത്തെ വിമർശിക്കുന്ന മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നത് വർദ്ധിച്ചതും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനുമേലുള്ള കടന്നുകയറ്റം ബഹുസ്വരതയെ തകർക്കുന്നതും റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദക്ഷിണേഷ്യയിൽ നമ്മുടെ അയൽപ്പക്കത്തെ നേപ്പാളും ശ്രീലങ്കയും മാത്രമാണ് നിലവിൽ തിരഞ്ഞെടുപ്പ് ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യങ്ങളായി അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്നത് ഇന്ത്യൻ ദുരവസ്ഥയുടെ വലിപ്പം വെളിവാക്കുന്നതാണ്. 50 വർഷത്തിലേറെയായി നിലനിന്ന ലിബറൽ ജനാധിപത്യത്തിൽ നിന്ന് തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തിലേക്ക് തരം താഴ്ത്തപ്പെട്ട യുഎസിലെ ജനാധിപത്യം 1965 നിലവാരത്തിലേക്ക് താഴ്ന്നു. ഡൊണാൾഡ് ട്രംപിന്റെ 2ാം വരവിന് ശേഷമുള്ള ജനാധിപത്യ തകർച്ചയുടെ വേഗത ആധുനിക ചരിത്രത്തിൽ അഭൂതപൂർവമായത് എന്നാണ് വിംഡം വിലയിരുത്തുന്നത്. ലോകത്ത് ജനാധിപത്യ രാജ്യങ്ങളെക്കാൾ കൂടുതലുള്ളത് സ്വേച്ഛാധിപത്യ രാജ്യങ്ങളാണ്. 2025 അവസാനത്തെ കണക്കനുസരിച്ച് 92 സ്വേച്ഛാധിപത്യ രാജ്യങ്ങളും 87 ജനാധിപത്യ രാജ്യങ്ങളുമാണ് ഉള്ളത്. മുൻവർഷത്തെ അപേക്ഷിച്ച് സ്വേച്ഛാധിപത്യ രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ ജനാധിപത്യ രാജ്യങ്ങൾ കുറയുകയായിരുന്നു. അതായത് സ്വേച്ഛാധിപത്യം കാണെ വളരുകയാണ് എന്നർത്ഥം. ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 5 രാജ്യങ്ങളിൽ 4 എണ്ണവും സ്വേച്ഛാധിപത്യ പട്ടികയിലാണ്. ഇന്ത്യ, ചൈന, ഇന്തോനേഷ്യ, പാകിസ്ഥാൻ. ലോക ജനസംഖ്യയുടെ 74% അഥവാ 600 കോടി ആളുകൾ ഇപ്പോൾ സ്വേച്ഛാധിപത്യ രാജ്യങ്ങളിലാണ് ജീവിക്കുന്നത്. 26% പേർ മാത്രമാണ് ജനാധിപത്യ രാജ്യങ്ങളിൽ താമസിക്കുന്നത്. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് ഏറ്റവും കൂടുതൽ ബാധിക്കപ്പെടുന്ന മേഖല. 2025 44 രാജ്യങ്ങളിൽ ഇതിന്റെ അവസ്ഥ വഷളായി. 33 രാജ്യങ്ങൾ രാഷ്ട്രീയ എതിർപ്പ് അടിച്ചമർത്താൻ പീഡനം കൂടുതലായി ഉപയോഗിച്ചു. സ്വേച്ഛാധിപത്യവൽക്കരണത്തിന്റെ കേന്ദ്ര ഉപകരണങ്ങളായി മാധ്യമ സെൻസർഷിപ്പും പൊതുസമൂഹത്തെ അടിച്ചമർത്തലും വ്യാപകമായി. സ്വേച്ഛാധിപത്യവൽക്കരിക്കപ്പെട്ട 44 രാജ്യങ്ങളിൽ 32 എണ്ണത്തിലും പൊതുസമൂഹത്തെ അടിച്ചമർത്തുമ്പോൾ 30 രാജ്യങ്ങളിൽ മാധ്യമങ്ങളെ സർക്കാർ സെൻസർ ചെയ്യുന്നു. അക്കാദമിക് സ്വാതന്ത്ര്യം കഴിഞ്ഞ ദശകത്തിലെ കണക്കനുസരിച്ച് 50-ലധികം രാജ്യങ്ങളിൽ പ്രതിസന്ധി നേരിട്ടു. ഇന്ത്യയിൽ ഈ മേഖല നേരിടുന്നത് ഘടനാപരമായ വെല്ലുവിളികളാണ്. അറിവ് സൃഷ്ടിക്കൽ, വ്യാപനം, വ്യാഖ്യാനം എന്നിവ നിയന്ത്രിക്കാൻ ഭരണകൂടം ശ്രമിക്കുന്നു. ലാറ്റിൻ അമേരിക്ക, യൂറോപ്പ്, വടക്കേ അമേരിക്ക എന്നിവയെ അപേക്ഷിച്ച് ഏഷ്യ പോലുള്ള പ്രദേശങ്ങളിൽ അക്കാദമിക് സ്വാതന്ത്ര്യം കൂടുതൽ ദുർബലമാണ്. ജനസംഖ്യാപരമായി ലോക ജനതയുടെ വലിയൊരു വിഭാഗത്തിന് അക്കാദമിക് സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെടുന്നുവെന്നാണ് അർത്ഥം. ഇന്ത്യ ഉൾപ്പെടെ ലോകത്താകെ ജനാധിപത്യവും അക്കാദമിക് സ്വാതന്ത്ര്യവും അരനൂറ്റാണ്ടിന് പിന്നിലെ ഇരുട്ടിലേക്ക് പതിക്കുന്നുവെന്നത് ആശങ്കാജനകമാണ്.